സമൂഹത്തെയും കുടുംബങ്ങളെയും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും മാതാവിൻ്റെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കൂടി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയെ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധ കുർബാന വഴിയായി നാം കർത്താവിൻ്റെ ശരീരരക്തങ്ങളാൽ നിറയപ്പെടുകയും യേശുവിൻ്റെ സാന്നിധ്യം നമ്മളിൽ സജീവമാവുകയും ചെയ്തു എന്ന് വിശ്വസിക്കാം. ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധനയാണ് പരിശുദ്ധ കുർബാന. ദൈവം സ്വീകരിക്കുന്ന ആരാധനയാണ് പരിശുദ്ധ കുർബാന. കുർബാന വഴിയായി നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കപ്പെട്ടു. ഇനി കർത്താവിൻ്റെ അഗ്നിയാൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ ആഗ്രഹിക്കാം. ദൈവവചനം സത്യമാണ്, കെട്ടുകഥയല്ല, ഭാവനയല്ല, കൽപ്പിത കഥയല്ല, ആരുടെയോ മനസ്സിൽ വിരിഞ്ഞ ഒരു സങ്കല്പമല്ല, സ്വപ്നമല്ല, ഒരിക്കലും സംഭവിക്കാത്ത ഒരാശയമല്ല. ദൈവവചനം സത്യമാണ്. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിൽ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അതൊരു കെട്ടുകഥയല്ല, അതാരുടെയോ തോന്നലല്ല. അത് സംഭവിക്കും എന്ന് പറഞ്ഞത് ദൈവവചനമാണെങ്കിൽ ആര് ദാഹിച്ചാലും അവരിൽ അത് സംഭവിക്കും. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് നൽകിയ ഭാഷണവനമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം തിരുവചനം. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. കണ്ണുകളടയ്ക്കാം, ഹൃദയം തുറക്കാം, ശരീരം, മനസ്സ്, ആത്മാവ് പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കാം. എന്നിൽ ഒരഗ്നി ആളിക്കത്തേണ്ടതുണ്ട്. എന്നിലൊരു അഭിഷേകം വ്യാപരിക്കേണ്ടതുണ്ട്. എന്നിൽ കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവശക്തി ഞാൻ അനുഭവിക്കേണ്ടതുണ്ട്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ ദാഹിക്കുകയാണ്. ജെറമിയ 33:3: എന്നെ വിളിക്കുക, നിനക്ക് ഞാൻ ഉത്തരം തരാം. ബുദ്ധിക്കതീതവും മഹത്വം നിഗൂഢവുമായവ നിനക്ക് ഞാൻ വെളിപ്പെടുത്താം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ജനതയാണുള്ളത്? സങ്കീർത്തനം 145:18: കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, ആരാധന, 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 ആരാധന. ആത്മാവേ നിറയണമേ, 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 നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, 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 നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, 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 നിറയണമേ.
ഹല്ലേലൂയ 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 ആത്മാവേ കനിയണമേ അഭിഷേകം ചൊരിയണമേ ആത്മാവേ കനിയണമേ ഹല്ലേലൂയ 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 ഉച്ചത്തിൽ വിളിച്ച യേശുവേ അതിനെ തുറന്നവരൊക്കെ വിളിക്കുന്ന യേശുവേ വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മേ ഈ മണിക്കൂറിനെ സമർപ്പിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം തരണമേ, അമ്മ സഹായിക്കാൻ ഇറങ്ങി വരണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. എൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി വരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരിക എന്നത് ഒരു ആവശ്യമാണ് എന്ന ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാലേ ഈ അഗ്നിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയുള്ളൂ. ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റൊന്നിനു വേണ്ടിയും പ്രാർത്ഥിച്ചില്ലെങ്കിലും സാരമില്ല, ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയാവും. വേറെ ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതം ധന്യമായി മാറുവാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര ഗൗരവതരമായ ഒരു വിഷയമാണ് എന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുക വഴി ഹൃദയത്തിലേക്ക് സ്വീകരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വളരെ ആഴമായ ഒരു ആഗ്രഹം പരിശുദ്ധാത്മാവിനെ ധരിക്കാൻ നമുക്കുണ്ടാകണം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായി മാറുകയുള്ളൂ. ജീവിതത്തിൻ്റെ ആ കുടുംബത്തിൻ്റെ ഒരു ദൈവം തിരഞ്ഞെടുത്ത ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് പൂർത്തിയാക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വിഷയം ഈ 3 ദിവസങ്ങൾ കൊണ്ട് പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. എങ്കിലും ഞാൻ ഈ ആത്മാവിൻ്റെ അഗ്നിക്ക് വേണ്ടി ഒരു ദാഹം നിങ്ങൾക്കുണ്ടാകത്തക്ക വിധമാണ് ഈ വചനഭാഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് കൂടുതൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം ചെയ്യേണ്ടത് അല്പസമയം പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം. അത് നമ്മളെ എല്ലാ വിധത്തിലും സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ വിധത്തിലും സഹായിക്കും. ഞാനത് പറയാൻ കാരണം നമുക്ക് നമ്മുടെ മുമ്പിൽ അതുപോലെ മനുഷ്യരുടെ ജീവിതങ്ങൾ കിടപ്പുണ്ട്. പരിശുദ്ധാത്മാ അഭിഷേകത്തിലൂടെ ഒരു വ്യക്തി അടിമുടി സമാധാനമുള്ള ഒരാളായിട്ട് മാറും. ജീവിതത്തിൻ്റെ ഏത് ക്ലേശങ്ങളുടെ നടുവിലും പതറാതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വിഷയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അഗ്നിയുടെ എത്ര കാര്യങ്ങൾ പറഞ്ഞു? 9 ഇത്രയേ ഉള്ളല്ലേ. 10ാമത്തേത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം ഉച്ചത്തിൽ വായിക്കാം. ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. വായിക്കാം. അവിടുത്തെ വസ്ത്രാഞ്ചലം ഒരു മിനിറ്റ് തന്നെ നോക്കിയാൽ ഞാൻ ബൈബിൾ വായിക്കാൻ പഠിപ്പിക്കാം. ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന പോലെ വായിക്കണം. ഞാൻ വായിക്കുന്ന കേട്ടോ, അങ്ങനെ വായിക്കണം. എങ്ങനെയാണ്? ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ പൊങ്ങി നിൽക്കണം. ഉസിയാ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. കുഴപ്പമൊന്നുമില്ല അങ്ങനെ വായിച്ചുകൊണ്ട്. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ അത് ഉച്ചസ്ഥായിയിൽ വായിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മർത്തോമായി എന്ന് കെട്ടിച്ചുകൊണ്ട് വന്ന പെണ്ണുങ്ങൾ വല്ലതും ഉണ്ടോ ഇതിനകത്ത്? ഒന്ന് കൈവക്കിക്ക്. നിങ്ങൾക്കറിയാം അങ്ങനെ വായിക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ. കത്തോലിക്ക പെണ്ണുങ്ങൾക്ക് അത്ര അങ്ങോട്ട് അറിഞ്ഞുകൂടാതെ. നിങ്ങൾ കൊള്ളാവുന്ന മർത്തോമായി എന്ന് വല്ലതും വന്നാന്നോ? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അഞ്ചൽ കൺവെൻഷന് ബൈബിള് വായിപ്പിക്കുമ്പോൾ
പന്തലാണ്. പന്തലിൽ അങ്ങ് കാണത്തില്ല, അവസാനമൊക്കെ ഇരിക്കുന്ന ആളെ കാണത്തില്ല. ഇങ്ങനെ വീതിക്കാണ്, പുറകോട്ടല്ല ഇരിക്കുന്നത്. ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ ഒരു ചേച്ചി നല്ല ഉച്ചത്തിൽ വായിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി മർത്തോമായി നിന്ന് കെട്ടിച്ച് വന്നാന്നോ ചോദിച്ചു. യൂ എങ്ങനെ? ഞാൻ പറഞ്ഞു, അതിന് ദർശനം വരുമൊന്നും വേണ്ട, കത്തോലിക്ക പെണ്ണുങ്ങൾ അങ്ങനെ വായിക്കത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. മനസ്സിലായോ? അത് വായിച്ച് പഠിക്കണം. അതായത് വായിച്ച് പഠിക്കണം, ഉച്ചത്തിൽ വായിക്കണം. ഉച്ചത്തിൽ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ വായിക്കണം. അപ്പോൾ വായിക്കണം. വായിച്ച്, ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 എണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന്, വായിക്കാം, ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. മതി മതി പറയുകയാണ്. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ബലിപീഠത്തിൽ നിന്നെടുത്ത തീക്കനൽ, ഇതാണ് 10ാമത്തേത്. ബലിപീഠത്തിൽ നിന്ന് എടുത്ത തീക്കനൽ. നമുക്ക് പരിശുദ്ധാത്മാവ് നിറയാൻ ഏറ്റവും നല്ല സന്ദർഭമാണ് പരിശുദ്ധ കുർബാന. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയാൻ ഏറ്റവും നല്ല സന്ദർഭമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ കുർബാനയിൽ, മലങ്കരക്കാരുടെ കുർബാനയിൽ ശുശ്രൂഷകൻ ഇങ്ങനെ വായിക്കും, ബാറക്കുമോറിൻ്റെ വാത്സല്യമുള്ളവരെ വായിച്ചോളുക, ജീവനുള്ള പരിശുദ്ധരുക, സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന പരിശുദ്ധ കുർബാനമേൽ ആവസിക്കുന്നത്, ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നത് ഈ സമയം എന്തോന്ന് എത്ര ദിവ്യവും നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കുവിൻ. ഇത് പറയും. ഞാൻ ഖത്തറിൽ ഒരു മലങ്കര പള്ളിയിൽ പോയി കുറച്ച് നാൾ താമസിച്ചിരുന്നു. അപ്പോൾ അന്ന് അവിടെ ഒരു ശുശ്രൂഷകൻ വായിക്കുന്നത് ഇങ്ങനെ കേട്ട് ഞാൻ കരയുകയാണ്. ഇത് വായിക്കുമ്പോൾ ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കരയുകയാണ് ഈ മനുഷ്യൻ, ഈ ശുശ്രൂഷകൻ ഇത് വായിക്കുമ്പോൾ അദ്ദേഹം കരയും. ഈ ഭാഗം, ബാറക്കുമോറിൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധരുക, സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് ചിലർ വായിക്കുന്ന കേട്ടാൽ നമ്മൾക്ക് കരച്ചിൽ വരികയാണ്. അയ്യോ ഇതെന്തൊരു വായനയെന്ന് ഓർത്തിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അച്ഛൻ കരയാണ് ഇത് കേട്ടിട്ട്. അപ്പോൾ ഈ ജീവനുള്ള പരിശുദ്ധരുക, സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ മേൽ ആവസിച്ചതിനെ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ പറയാണ്, ഇതിനെ ഇങ്ങനെ പരിശുദ്ധാത്മാവ് സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടെ ഇറങ്ങി വരുന്ന ഈ സമയം, അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിക്ലേസിസ്. എന്താണ് എപ്പിക്ലേസിസ്? പറഞ്ഞേ, എപ്പിക്ലേസിസ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസം പരിശുദ്ധ കുർബാനയിൽ. ആ സമയത്താണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ. എന്താ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്? ആ സമയത്ത് അച്ഛൻ എന്നെ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നിങ്ങൾക്കൊരു പെണ്ണാക്കം അറിഞ്ഞുകൂടല്ലോ. എന്താ അച്ഛൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളി ദയതോ നീ ഞങ്ങളോട്. അപ്പോൾ അങ്ങനെ അത് ഏലിയായുടെ പ്രാർത്ഥനയാണ്. ഞാൻ അതിലേക്ക് വരാം. ഏലിയായുടെ പ്രാർത്ഥനയാണ്. ഏലിയ കാർമൽ മലയുടെ നെറുകയിൽ നിന്ന് തീ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. അപ്പോൾ എന്നാണ് ആ പ്രാർത്ഥനയ്ക്ക് തുല്യമാണ്. അതെന്നാണ് പിതാക്കന്മാർ കുർബാനയെ വ്യാഖ്യാനിക്കുമ്പോൾ പഠിപ്പിച്ചത്.
അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ പറയും, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ അപ്പത്തെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരമാക്കി പൂർത്തിയാക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ കാസായെ നമ്മുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുരക്തമാക്കി പൂർത്തിയാക്കട്ടെ എന്ന് പറയും. അപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയമാണ് ആ ഭാഗം. പറഞ്ഞേ ഹല്ലേലൂയ. ബലിപീഠത്തിൽ നിന്നെടുത്ത തീക്കനലുമായി യേശയ്യായുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ നാവിൽ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ അധരങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യേശയ്യ ഒരു ദൈവിക ദൗത്യത്തിന് തയ്യാറെടുക്കുന്ന സമയമാണത്. ഈ അഗ്നി യേശയ്യായെ ദൈവത്തിൻ്റെ പ്രവാചകനാക്കി അയക്കുന്ന സമയമാണത്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അത് ബലിപീഠത്തിൽ നിന്ന് എടുത്ത തീക്കനലാണ്. അതാണ് എനിക്ക് നിങ്ങളോട് 10ാമതായിട്ട് പറയാനുള്ളത്. ആത്മാവിൻ്റെ അഗ്നി നിറയാൻ ഏറ്റവും നല്ല സന്ദർഭം ഈ ബലിപീഠത്തിൽ നിന്ന് വരുന്ന തീക്കനൽ, ആ തീ അനുഭവിക്കുന്നതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ കുർബാന മുടക്കരുത്. ഒരു അഗ്നി, ഒരു അഭിഷേകത്തിൻ്റെ ജീവിതം നിങ്ങൾ നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒറ്റ ദിവസം പോലും കുർബാനയിൽ സംബന്ധിക്കാതിരിക്കരുത്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുണ്ട് ഇവിടെ. എന്നും കുർബാനയിൽ സംബന്ധിക്കണം. ദൈവം ഇടപെടും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് യേശയ്യായുടെ അടുത്തേക്ക് ദൂതൻ ഇറങ്ങി വരികയാണ്. ബലിപീഠത്തിൽ നിന്ന് എടുത്ത തീക്കനലുമായി വന്നിട്ട് അവൻ്റെ അധരങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ അധരങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ് 10ാമത്തേത്. ബലിയിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യും. കുർബാനയ്ക്ക് വരണം. എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് വന്ന് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോയാൽ ആ ദിവസം അനുഗ്രഹമാണ്, ആ വർഷം അനുഗ്രഹമാണ്. എല്ലാ ദിവസവും മുടങ്ങാതിരിക്കാൻ. ഇപ്പോൾ ഡിസംബറായി. 2024 ജനുവരി 1 എടുക്കേണ്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന്, കർത്താവേ 365 ദിവസവും ഞാൻ കുർബാന മുടക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. പരിശുദ്ധ കുർബാന മുടങ്ങിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കും. ഞാൻ കുർബാന അർപ്പിക്കാതിരിക്കില്ല, ഞാൻ ബലിയർപ്പിക്കാൻ പോകും. പ്രിയ സഹോദരങ്ങളെ, ഈ കുറ്റി ഉറപ്പിക്കുക എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതാണ്. കുറ്റി ഉറപ്പിക്കുന്ന ഇങ്ങനെയാണ്. നമ്മൾ അടിസ്ഥാന കാര്യങ്ങളിൽ വിശ്വസ്തതയുള്ളവരായാൽ ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യും. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട 10ാമത്തേത്. ഇനി മറ്റൊരു വചനം വായിക്കണം. സഖറിയ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. സഖറിയ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. സഖറിയ 2:5 വായിക്കാം. ഞാൻ അതിന് ചുറ്റും, വായിച്ചേ, ഞാൻ അതിന് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇതും വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ കുഞ്ഞു 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 വാക്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് കിടക്കുന്ന കാര്യം മനസ്സിലാക്കണം. നന്നായിട്ടൊന്ന് നോക്കി, എന്നെ നോക്കിയേ. ലുക്ക് അറ്റ് മീ. എന്നെ ഒന്ന് നോക്കിയേ. സഖറിയ 2:5 പറയുകയാണ്, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും, ഞാൻ അതിന് മധ്യത്തിൽ അവരുടെ മഹത്വമായിരിക്കും. കോൺക്രീറ്റ് മതിലുകൾ കണ്ടിട്ടുണ്ട്, കല്ല് കെട്ടിയ മതിലുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ദൈവം പറയുകയാണ്, തീ കൊണ്ട് ഒരു മതിൽ, അഗ്നി മതിൽ, അഗ്നി കൊണ്ടുള്ള കോട്ട, തീ കോട്ട, അഗ്നിക്കോട്ട. ദൈവം പറയുകയാണ്, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും. എപ്പോഴും ശ്രദ്ധിക്കുക, ലിസൺ ടു മീ. പരിശുദ്ധാത്മ അഭിഷേകം ദൈവമക്കൾക്ക് ഒരു സംരക്ഷണമാണ്. പരിശുദ്ധാത്മ അഭിഷേകം ദൈവമക്കൾക്ക് ഒരു സംരക്ഷണമാണ്, ഒരു കോട്ടയാണ്. കോട്ട ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ്? മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ. അത് എസെക്കിയേൽ 47 വായിക്കണമെന്നില്ല, ഒന്ന് ശ്രദ്ധിക്കാവോ? എസെക്കിയേൽ ദേവാലയത്തിൻ്റെ പൂമുഖത്ത് നിൽക്കുമ്പോൾ ദൈവദൂതൻ ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ദേവാലയത്തിലെ ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു നദി ഒഴുകി വരുന്നു. ജെറുസലേമിൽ കാണുന്ന ഒരു സാധാരണ കാഴ്ചയല്ലിത്. കാരണം ജെറുസലേമിനെ വലം ചുറ്റി ഒഴുകുന്ന ഒരു നദിയില്ല. അപ്പോൾ എസെക്കിയേൽ പ്രവാചകന് ദൈവം കാണിച്ചു കൊടുത്ത ദർശനം, ദേവാലയത്തിലെ ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്നൊരു നദി ഒഴുകി വരികയാണ്. സ്വതവേ വെള്ളമില്ലാത്ത ഒരു നാട്ടിൽ ജീവിച്ചു വളരുന്ന ഒരു യഹൂദ ചെറുപ്പക്കാരൻ, പ്രവാചകൻ,
ഒരു നദി ഒഴുകി വരുന്നത് കാണുമ്പോൾ നിർനിമേഷനായി നോക്കി നിൽക്കും. അങ്ങനെ ഒരു നദി, ജോർദാൻ നദി എന്ന് പറയുന്നത് ഒരു തോടാണ് യഥാർത്ഥത്തിൽ. നിങ്ങൾ ഹോളി ലാൻഡിൽ പോയിട്ടുള്ളവർക്കറിയാം, ജോർദാൻ നദി എന്ന് പറയുന്നത് ഒരു തോടാണ്. ശരിക്കും ഒരു തോടാണത്, അല്ല വലിയ നദിയൊന്നും അല്ലത്. ഗലീല കടൽ എന്നൊക്കെ പറയുന്നത് ഗലീലി തടാകമാണ് യഥാർത്ഥത്തിൽ. അത് കടലൊന്നുമല്ല, ഏതാണ്ട് 7 കിലോമീറ്ററേ ഉള്ളത്. അതിനക്കരെ കർത്താവ് ബോട്ടിന് കയറി അപ്പുറത്ത് പോയെന്നൊക്കെ പറഞ്ഞാൽ അത്രേ ഉള്ളത്, 7 കിലോമീറ്റർ കഷ്ടിച്ചേ ഉള്ളൂ ഗലീലി കടൽ. അപ്പോൾ ഈ വെള്ളമില്ലാത്ത നാടാണ്, പൊടിപടലങ്ങൾ നിറഞ്ഞ, മരുഭൂമി നിറഞ്ഞ, വെള്ളമില്ലാത്ത ഈ നാട്ടിൽ ഒരു നദി ഒഴുകി വരുന്നത് കാണുമ്പോൾ പ്രവാചകൻ നിർനിമേഷനായി നോക്കി നിന്നു. അങ്ങനെ ഈ കാഴ്ച കണ്ടു നിൽക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ നദി, പരിശുദ്ധാത്മാവിൻ്റെ നദി ബലിപീഠത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കണ്ട് കണ്ണിമ ചിമ്മാതെ നിർനിമേഷനായി നോക്കി നിൽക്കുന്ന പ്രവാചകനോട് ദൂതൻ ഇങ്ങനെ അരുളി ചെയ്യുന്നു, നീ 1000 മുഴം മുന്നോട്ട് പോവുക. അഭിഷേകത്തിൻ്റെ നദി കണ്ടു നിന്ന പ്രവാചകനോട് ദൂതൻ പറഞ്ഞു മുന്നോട്ട് പോവുക. അപ്പോൾ ദൂതൻ പറഞ്ഞതനുസരിച്ച് പ്രവാചകൻ മുന്നോട്ട് പോയി. അപ്പോൾ അവൻ ആ നദിയിൽ ഇറങ്ങി, കാല് നനഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുന്നതിൻ്റെ അടയാളമാണിത്. കാല് നനഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 5% ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. അതാണ് കാല് നനഞ്ഞു എന്ന് പറഞ്ഞാൽ. ശരീരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ മുങ്ങി, അതാണ് കാല് നനഞ്ഞു. അപ്പം അങ്ങനെ കാല് നനഞ്ഞു നിൽക്കുന്നത്, ജീവിതത്തിൽ ഇന്ന് വരെ പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചിട്ടില്ലാത്തൊരു വ്യക്തിക്ക് ആത്മാവിൻ്റെ ഒരു 5% സാന്നിധ്യം കിട്ടിയാൽ തന്നെ അത് വലിയ സ്വർഗീയ അനുഭവമാണ്. അതുകൊണ്ട് ആ സ്വർഗീയ അനുഭൂതിയിൽ ലയിച്ചു നിൽക്കുന്ന പ്രവാചകൻ സ്വയം മറന്നു നിൽക്കുമ്പോൾ ദൂതൻ ഇങ്ങനെ പറഞ്ഞു, മുന്നോട്ട് പോവുക. 1000 മുഴം വീണ്ടും മുന്നോട്ട് പോവുക. പ്രവാചകൻ ആ ദൈവസ്വരത്തെ അനുസരിച്ച് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ മുട്ടോളം വെള്ളമായി എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ഏതാണ്ട് ശരീരത്തിൻ്റെ ഒരു 20% വെള്ളത്തിലായി. അതും ഒരു സുഖകരമാണ്. കാല് നനച്ചതുപോലല്ല, മുട്ടുവരെ വെള്ളത്തിലിറങ്ങി നിൽക്കുന്നത് കാല് നനച്ച് നിൽക്കുന്നത് പോലല്ല. കുറെ കൂടി ആത്മാവിൻ്റെ പ്രസൻസ് കിട്ടി, കുറെ കൂടി ഒരു ആത്മാഭിഷേകത്തിലായി. അതിനകത്ത് ഒരാനന്ദവും സംതൃപ്തിയും കണ്ട് പ്രവാചകൻ നിൽക്കുമ്പോൾ ദൂതൻ വീണ്ടും കൽപ്പിച്ചു മുന്നോട്ട് പോവുക. അപ്പോൾ അരയ്ക്കൊപ്പം വെള്ളമായി. അങ്ങനെ നിൽക്കാൻ അനുവദിക്കാതെ വീണ്ടും മുന്നോട്ട് നയിച്ചു. അപ്പോൾ തോളപ്പം വെള്ളമായി. വീണ്ടും മുന്നോട്ട് നയിച്ചു. അപ്പോൾ പ്രവാചകൻ പറയുകയാണ്, ഇങ്ങനെ തലയ്ക്ക് മീതെ പരന്നൊഴുകി ഈ നദി നീന്തിയാൽ പോലും കടക്കാൻ പറ്റാത്തൊരു മഹാപ്രവാഹമായിട്ട് മാറി. ഇപ്പോൾ ഈ അവസാനത്തെ മോമെന്റിൽ പ്രവാചകൻ നദിയിൽ കാല് നനച്ച് നിൽക്കുകയോ, മുട്ടോളം വെള്ളത്തിൽ നിൽക്കുകയോ, അരയ്ക്കൊപ്പം വെള്ളത്തിൽ നിൽക്കുകയോ, തോളപ്പം വെള്ളത്തിൽ നിൽക്കുകയോ അല്ല. അയാൾ ഈ നദിയുടെ അടിയിലേക്ക് മുങ്ങാങ്കുഴിയിട്ട് പോവുകയാണ്. അയാൾ ഈ നദിയിൽ മുങ്ങി തുടിക്കുകയാണ്. അയാൾ ഈ നദിക്കകത്ത് മുങ്ങിക്കിടക്കുകയാണ്. പരിശുദ്ധാത്മ അഭിഷേകത്തിന് ബൈബിൾ പറഞ്ഞു തരുന്ന അടയാളങ്ങളിൽ ഒന്നാണ് എസെക്കിയേൽ കണ്ട ഈ ദർശനം. ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് പ്രവാചകനോട് മുങ്ങിക്കിടക്കാൻ ആവശ്യപ്പെട്ടത്? മുങ്ങിക്കിടക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ കാരണം കൂർത്ത കല്ലുകളുമായി എറിയാൻ കാത്തു നിൽക്കുന്ന പൈശാചിക ലോകം ദൈവമക്കൾക്ക് എതിരെ നിൽപ്പുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാവുന്നതോടുകൂടി ഒരു സാത്താന്യ രാജ്യം നിങ്ങൾക്കെതിരാവും. പറഞ്ഞേ ഹല്ലേലൂയാ. അതിപ്പോൾ നിങ്ങൾ ദൈവ ശുശ്രൂഷ ചെയ്താലും ചെയ്തില്ലെങ്കിലും, നിങ്ങൾ ദൈവത്തോട് അടുത്താലും അടുത്തില്ലെങ്കിലും, നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗമാവുന്ന നിത്യത നിങ്ങൾക്ക് കിട്ടും എന്നുറപ്പായാൽ, നിങ്ങൾ മാമോദീസ ജലം തലയിൽ വീണ് നിത്യ സൗഭാഗ്യത്തിന് അർഹരായാൽ, നിങ്ങളുടെ ആത്മാവിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ സാത്താൻ സർവ്വവിധ സന്നാഹങ്ങളുമായി ഒരു യുദ്ധത്തിന്, ഒരു പോരാട്ടത്തിന് അങ്കത്തട്ടിൽ ഇറങ്ങി വരും. അപ്പോൾ ഒരു പൈശാചിക ലോകം ദൈവ മക്കളുടെ എതിരെ നിൽപ്പുണ്ട്. എസെക്കിയേലിനോട് ഈ നദിയിൽ മുങ്ങിക്കിടക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു കാരണം, കൂർത്ത കല്ലുകളുമായി പിശാച് എറിയാൻ നിൽക്കുമ്പോൾ, അവൻ എറിയുമ്പോൾ, അവൻ ഈ കൂർത്ത കല്ലെടുത്ത് എറിയുമ്പോൾ, നീ നദിയിൽ അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിന്റെ പകുതി ശരീരഭാഗം സാത്താൻ്റെ ഏറുകൊള്ളാൻ എക്സ്പോസ്ഡ് ആണ്, തുറന്നിട്ടിരിക്കുകയാണ്. കാല് നനച്ചാണ് നിൽക്കുന്നതെങ്കിൽ നിന്റെ ഒരു 90% വെള്ളത്തിന് വെളിയിലാണ്, ഏറുകൊള്ളാൻ നല്ല സാധ്യതയുണ്ട്. നീ കഴുത്തൊപ്പം വെള്ളത്തിനാണ് നിൽക്കുന്നതെങ്കിലും നിന്റെ ഒരു 10% അല്ലെ 5% വെള്ളത്തിന് വെളിയിലാണ്. തലക്കിട്ട് ഏറ് കിട്ടിയാൽ തീരും. പ്രവാചകനോട് മുങ്ങിക്കിടക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു രഹസ്യം, ഈ പിശാചും പൈശാചിക ലോകവും
തോൽപ്പിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങളുമായി എതിരിട്ട് വന്ന് യുദ്ധം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്ലെറിയുമ്പോൾ നിന്റെ തലയ്ക്ക് കൊള്ളാതെ, തോളിന് കൊള്ളാതെ, മുട്ടിന് കൊള്ളാതെ, വയറിന് കൊള്ളാതെ, കാലിന് കൊള്ളാതെ നീ പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ മുങ്ങിക്കിടന്നാൽ ഈ നദി നിന്നെ പൊതിയുകയും കല്ലെറിയുമ്പോൾ ഈ എറിയുന്ന കല്ല്, നിനക്ക് നേരെ പാഞ്ഞു വരുന്ന കല്ല് ഈ വെള്ളത്തിൽ തട്ടി തെന്നിമാറുകയും ചെയ്യും. നീ ഏറുകൊള്ളാതെ രക്ഷപ്പെടും. ആത്മാഭിഷേകം ഒരു സംരക്ഷണമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഒരു സംരക്ഷണമാണ്. അതാണ് പറയുന്നത്, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും, അതിന് മധ്യത്തിൽ ഞാൻ അവരുടെ മഹത്വമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ പറയാം. ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചേ. അഗ്നി കൊണ്ടുള്ള കോട്ട, മഹത്വം. അഗ്നി കൊണ്ടുള്ള കോട്ട, മഹത്വം. ഞാൻ അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും, ഞാൻ അതിന് മധ്യത്തിൽ അവരുടെ മഹത്വമായിരിക്കും. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഇടങ്ങളിൽ, അങ്ങനെ കൊടുക്കുന്നവരുടെ ചുറ്റും അഗ്നി കൊണ്ടുള്ളൊരു കോട്ടയുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? മഹത്വം ദൈവത്തിനാണെങ്കിൽ നിനക്ക് ചുറ്റും ഒരു സംരക്ഷണത്തിൻ്റെ കോട്ടയുണ്ടാവും. മഹത്വം എന്ന് ദൈവത്തിൽ നിന്ന് മാറുന്നോ അന്ന് ഈ കോട്ട പൊളിയും, അന്ന് ഈ വേലി പൊളിയും. മഹത്വവും സംരക്ഷണവും ബന്ധമുണ്ട്. എന്താണ് ബന്ധം? ദൈവത്തിന് മഹത്വം കൊടുക്കുന്നിടത്ത് ദൈവമക്കൾക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ളൊരു കോട്ട കെട്ടപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ചെറിയ കാര്യത്തിന് പോലും നമ്മൾ സന്തോഷം എടുക്കാൻ പാടില്ല. എടുത്താൽ അതിൻ്റെ മേൽ ഒരു പൈശാചിക പ്രവർത്തനം ഉണ്ടാവും. ഒന്നല്ല, എല്ലാ ദിവസവും ഉദാഹരണമുണ്ട്. ഒന്നിനും മഹത്വം എടുക്കുക, ഒന്നിൻ്റെയും മഹത്വം എടുക്കാൻ പാടില്ല. എന്തിൻ്റെ മഹത്വം എടുത്താലും അതിൻ്റെ മേൽ ഒരു പൈശാചിക ഉപദ്രവം ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇനി അഗ്നിയുടെ മറ്റൊരു തലത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. അത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 18-ാമത്തെ അധ്യായം. 2 രാജാക്കന്മാർ 18-ാം അധ്യായം. 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, കാർമൽ മലയിൽ ഏലിയാ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുകയാണ്. നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 20 മുതലുള്ള തിരുവചനം. 1 രാജാക്കന്മാർ 18-20 വായിക്കാം. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ച് കൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല. അതായത് തീ ഇറങ്ങി വരാനുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ എന്താ ചെയ്യണ്ടേ? 1, 2, 3, 4 ഈ ഏലിയ പറഞ്ഞു തരും ഇവിടെ. ഇപ്പം ഏലിയ പറഞ്ഞു തരികയാണ്. 1-ാമത്തെ കാര്യം, ഏലിയ ജനത്തിനടുത്ത് വന്ന്, ദൈവജനത്തെ കാർമൽ മലയിൽ വിളിച്ചു കൂട്ടിയിട്ട് ഏലിയ ജനത്തിനടുത്ത് വന്ന് അവരോടൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? ദൈവമാണ്, യഹോവയാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. അതായത് കൃത്യത വേണം. ശ്രദ്ധിക്കൂ, കൃത്യത വേണം. യേശുവാണോ ദൈവം, വേറെന്തെങ്കിലും ആണോ ദൈവം? കൃത്യത വേണം. യേശുവാണ് ദൈവമെങ്കിൽ ഇടം വലം തിരിയരുത്, വേറെ എങ്ങോട്ടും പോകരുത്, ഒന്നിലേക്കും ശ്രദ്ധ തിരിയരുത്. അന്ധവിശ്വാസങ്ങൾ, അന്യദൈവാരാധനകൾ, അനാചാരങ്ങൾ, മറ്റുള്ളവർ ഓരോന്ന് പറഞ്ഞു തരുന്നതിനനുസരിച്ച് മന്ത്രവാദം, ആഭിചാരം, മലദൈവങ്ങളോടുള്ള കൂറ്, ഇതെല്ലാം അവസാനിപ്പിക്കണം. സകല അന്ധവിശ്വാസങ്ങളും ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസമുള്ള ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട ജില്ല. അതിനകത്തൊന്നും കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അന്ധവിശ്വാസം, പറഞ്ഞേ ഹല്ലേലൂയ. അന്ധവിശ്വാസം. എന്നോട് ഒരു ആൾ പറഞ്ഞു 1-2 ആഴ്ചയായി, അച്ഛാ ഞാൻ മൂർഖം പാമ്പിനെ സ്വപ്നം കണ്ടു. ഞാൻ ചോദിച്ചു, എന്താ കണ്ടേ? ഞാൻ രാത്രിയിൽ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ
സ്വപ്നം കണ്ടാണേ, ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ ടോയ്ലറ്റിൻ്റെ വാതിൽക്ക് വെച്ച് എന്നെ മൂർഖൻ പാമ്പ് കടിച്ചു. എൻ്റെ വീട്ടുകാരെല്ലാം ഞാൻ വിളിച്ചിട്ട് ആരും എഴുന്നിട്ടില്ല. അപ്പം ഞാൻ വെളിയിലിറങ്ങി വിളിച്ചപ്പോൾ അയലോകത്ത് അവർ ലൈറ്റ് ഇട്ടിട്ട് അവിടുത്തെ അപ്പച്ചൻ ഇറങ്ങി വന്ന് എന്നാ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ മൂർഖൻ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എടുത്ത് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്ന വഴിക്ക് ഞാൻ മരിച്ചു. സ്വപ്നത്തിൽ ഞാൻ മരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പം എന്നാ ചെയ്യണം? അല്ല, എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പേടിയാണ്, ഞാൻ മരിച്ചിരിക്കുകയാണ് സ്വപ്നത്തിൽ, എനിക്ക് പേടിയാണ്. ഇനി ഇത് മാത്രമാണ് കുഴപ്പമില്ല. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ അവിടെ അയലോകത്തുള്ളൊരു ചേച്ചി പ്രാർത്ഥനക്കാരിയാണ്. പ്രാർത്ഥനക്കാരി ചേച്ചി വന്നിട്ട് പറഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൂതനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, അതായത് നീ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ പോവാണ്, അതിൽ നിന്ന് പുറത്തു വരിക അസാധ്യമാണ്. ഇതും കൂടെ ആയപ്പോഴോ? മറ്റേത് പാമ്പ് തന്നെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ബാബാ സുരേഷിൻ്റെ നമ്പർ കൊടുത്തോ വല്ലോ എങ്ങനെയും സോൾവ് ചെയ്യാമായിരുന്നു. ഇപ്പം താണ്ടടാ പിന്നെ ഇത് പ്രാർത്ഥനക്കാരി വന്ന് കുഴപ്പമുണ്ടാക്കിയിരിക്കുകയാണ്. പ്രാർത്ഥനക്കാരി വന്നിട്ട് പറയുകയാണ്, നീ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ പോവാണ്, അതിൽ നിന്ന് പുറത്തു വരിക അസാധ്യം. അപ്പോൾ എന്നോട് പറയുകയാണ്, എനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറഞ്ഞു. എനിക്കൊരു സമാധാനമില്ല, ചങ്കിടിക്കുക അച്ഛാ, ഒരു സമാധാനമില്ല. ഈ ചേച്ചി സ്വപ്നം കണ്ടതുപോലെ ഈ പിന്നെ നമ്മുടെ പ്രാർത്ഥനക്കാരി ചേച്ചി പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഓർത്ത് പേടിയാണ്. അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ വിശ്വസിക്കുന്നത് നിനക്ക് സംഭവിക്കും, നീ ഭയപ്പെടുന്നത് നിനക്ക് സംഭവിക്കും. അയ്യോ, എന്തെങ്കിലും ഒന്ന് ചെയ്തോ, ഒന്നീ വിശ്വസിക്ക് അല്ലെ ഭയപ്പെട്, രണ്ടും നടക്കും. വിശ്വസിക്കുന്നതും നടക്കും, ഭയപ്പെടുന്നതും നടക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ദൂത് പറയാം. നിന്നോട് പ്രാർത്ഥനക്കാരി ദൂതല്ലേ പറഞ്ഞു, ഞാൻ ദൂത് പറയാം. നീ കണ്ട സ്വപ്നത്തിലെ നിന്നെ കൊത്തിക്കൊല്ലുന്ന മൂർഖൻ പാമ്പിനെക്കാളും നിന്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരില്ല എന്ന് പറഞ്ഞ പ്രാർത്ഥനക്കാരി ചേച്ചിയെക്കാളും വലിയവനാണ് കുരിശിൽ മരിച്ച എൻ്റെ യേശു. അതാണ് ദൂത്. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്ക്, എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്ക്. അയ്യോ, സമാധാനമായെന്ന് പറഞ്ഞു പോയി. എന്ത് പറ്റിയെന്നറിയാമോ? പ്രാർത്ഥനക്കാരി പറഞ്ഞ പോലെയും സ്വപ്നം കണ്ട പോലെയും ഉച്ചയായപ്പോഴേക്കും വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടു. ഉടനെ എന്നെ വിളിച്ചു, അച്ഛാ. സ്വപ്നം കണ്ട പോലെ നടന്നു, ചേച്ചി പറഞ്ഞ പോലെ നടന്നു. ആത്മഹത്യ അല്ലാതെ, ഞാനിപ്പോൾ നേരം പോക്കായിട്ട് പറയുന്നെങ്കിലും വളരെ ക്രിട്ടിക്കലായ ഒരു വിഷയമായിരുന്നു അത്. ആത്മഹത്യ അല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ഒരു വഴിയില്ല. ഞാൻ പറഞ്ഞു, സഹോദരി പ്രശ്നം ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ചേച്ചിക്ക് പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞേ? നീ കണ്ട മൂർഖൻ പാമ്പിനെക്കാളും ഈ പ്രതിസന്ധിയിൽ നിന്ന് നീ പുറത്തു വരില്ല എന്ന് പറഞ്ഞ ചേച്ചിയെക്കാളും വലിയവനാണ് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ കർത്താവായ യേശു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ദൂത് അവിടെ കിടപ്പുണ്ട്. പ്രശ്നമുണ്ടായില്ലേ? സാരമില്ല. ഞാൻ പറഞ്ഞു, വൈകിട്ട് 6 മണിക്ക് മുമ്പ് നിനക്കൊരു വഴി തുറന്നു തരുമെന്ന് ഞാൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് സംഭവിച്ചിരിക്കും. 6 മണിന്നൊരു മണിയുണ്ടെങ്കിൽ നീ ഇതിൽ നിന്ന് പുറത്തു വന്നിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് ചെങ്കടൽ പിളർന്ന് വഴിവെട്ടുന്നൊരു ദൈവത്തെ ഈ കുടുംബം കണ്ടു. കരഞ്ഞുകൊണ്ട് വന്ന് എൻ്റെ അടുത്ത് വൈകുന്നേരം പറഞ്ഞു, എൻ്റെ ദൈവം വലിയവനാണെന്ന് എനിക്കിന്ന് മനസ്സിലായി. ഞാൻ കണ്ട പാമ്പിനെക്കാളും എൻ്റെ തകർച്ച പ്രവചിച്ച പ്രാർത്ഥനക്കാരിയെക്കാളും വലിയവനാണ് എനിക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി എൻ്റെ വീട്ടുമുറ്റത്തേക്ക് വന്ന് എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശു എന്ന് എൻ്റെ കുടുംബം ഇന്ന് തിരിച്ചറിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. നീ എത്ര നാൾ 2 വഞ്ചിയിൽ കാലുവെക്കും?
നീ എത്ര നാൾ 2 വഞ്ചി കാല് വെക്കും? പള്ളിയിലും തിരിയരുത്, വേറെ എങ്ങോട്ടും രണ്ടും വേണ്ട. ഒന്നുകിൽ ഇത്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് എന്തെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം മാനുഷികമായ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ യേശുവിനെ ഏകരക്ഷകനായി ദൈവമായി ഏറ്റുപറയുന്ന ഒരാളാണെങ്കിൽ യേശു നിന്റെ കൂടെ അവസാനം വരെ ഉണ്ടാവും. യേശു ജീവനോടെ നിന്ന് സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഹായിക്കും. ഞാനിത് ഒന്നും വെറുതെ പറയുന്നൊന്നുമല്ല, മനസ്സിലായല്ലോ? വെറുതെ പറയുന്നൊന്നുമല്ല. 2012 ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട്. 2023 ഇത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ഒരു മാറ്റവും വന്നിട്ടില്ല. ഒരു മാറ്റവും. തീക്ഷ്ണത കൂടിയിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. മാറ്റമില്ല. കഴിഞ്ഞൊരു വ്യാഴവട്ടക്കാലമായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട്, യേശുവിൻ്റെ കൂടെ നിന്നാൽ യേശു നിന്റെ കൂടെ നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് 2 വഞ്ചിയിൽ കാല് വെക്കരുത്. ഒരാൾ പറഞ്ഞു അത് അവിടെ പോയി ഇവിടെ പോയി അങ്ങനെ ചിന്ത പോലും നമുക്കില്ല. ഞാൻ ഈ ഭാഗം അവസാനിക്കുമ്പോൾ കാണിച്ചു തരാം. അതായത് സകലാഭിചാര ബന്ധനങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ തീ ഇറങ്ങും. സകല മന്ത്രച്ചരടുകൾക്ക് മീതെ ദൈവത്തിൻ്റെ തീ ഇറങ്ങും. എസെക്കിയേൽ ദൈവം പ്രവചിച്ചിട്ടുണ്ട്, പക്ഷികളെ എന്ന പോലെ നിങ്ങളെ കുരുക്കിലാക്കുന്ന മന്ത്രച്ചരടുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അതായത് ഒരു മന്ത്രത്തിനും ഒരു ആഭിചാരത്തിനും ഒരു ക്ഷുദ്രത്തിനും ഒരു ക്ഷുദ്രക്രിയയ്ക്കും ഒരു അന്ധവിശ്വാസത്തിനും ഒരു സാത്താസേവയ്ക്കും നിന്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. കാരണം പിശാച് സൃഷ്ടിയാണ്, ദൈവം സ്രഷ്ടാവാണ്. ഒരാൾ ദൈവത്തിൻ്റെ കൂടാണ് നിൽക്കുന്നെങ്കിൽ, യേശു എന്താ പറഞ്ഞത്? എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആരും പിടിച്ചെടുക്കില്ല എന്നാ പറഞ്ഞേ. പിടിച്ചെടുക്കില്ല. സഭയുടെ ഔദ്യോഗിക പിശാചിനെ ബഹിഷ്കരിക്കുന്ന അച്ഛന്മാരിൽ ഒരാളായിരുന്നു ഫാദർ ഗബ്രിയേൽ അമോർത്ത് എന്ന് പറയുന്ന ആ പിശാച് പിടുത്തക്കാരൻ അച്ഛൻ്റെ ആത്മകഥയുടെ ടൈറ്റിലാണ് ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. പിശാചിന് എന്നെ ഭയമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ആരാ പറയണേ? ഒരു മനുഷ്യൻ പറയുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു പുരോഹിതൻ പറയുകയാണ്, എനിക്ക് സാത്താനെ ഭയമാണെന്നല്ല, പിശാചിന് എന്നെ ഭയമാണ്. ദ ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ. പിശാചിന് എന്നെ പേടിയാണ്. ഇതാണ് ദൈവവൈതലിൻ്റെ അവകാശം. അതുകൊണ്ട് പറഞ്ഞത് 2 വഞ്ചിയിൽ കാല് വെക്കരുത്. എത്ര നാൾ 2 വഞ്ചി കാല് വെക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല. ഇനി കേട്ടെ, രണ്ടാമതായിട്ട് ബാലിൻ്റെ പ്രവാചകന്മാർ വിറകടുക്കി കാളയെ നുറുക്കി ബലിവസ്തു വെച്ചു. ഉച്ച കഴിയുന്ന സമയം വരെ ബാലിനെ വിളിച്ച് കരഞ്ഞു. ബാലെ ഇറങ്ങി വരണേ, തീ ഇറങ്ങണേ എന്ന് പറഞ്ഞ് കരഞ്ഞു. ഒന്നും നടന്നില്ല. ഏലിയ അവരെ പരിഹസിച്ചു. ബാല് ഉറങ്ങാൻ പോയതായിരിക്കും, ബാല് വാഷ്റൂമിൽ പോയതായിരിക്കും, ബാല് പല്ല് തേക്കുമായിരിക്കും, ബാല് കുളിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഏലിയ അവരെ പരിഹസിച്ചു. എന്നിട്ട് വാക്യം 30 വായിക്കാം. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവൻ, എല്ലാവരും ചെന്ന് കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. എങ്ങനെ കേടുപോക്കി എന്നറിയാമോ? ഉറക്കെ വായിച്ചേ. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്ത് ആ കല്ലുകൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഒരഗ്നി ഇറങ്ങി വരണമെങ്കിൽ അതിൻ്റെ പശ്ചാത്തലമായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയും. എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ ഇസ്രായേലിൻ്റെ ഇതുവരെയുള്ള ചരിത്രം പറയാം. അപ്പോഴേ മനസ്സിലാവത്തുള്ളൂ. അബ്രഹാമിനെ ദൈവം വിളിച്ചു. ഏതാണ്ട് BC 2000 അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് അബ്രഹാം യാത്ര ചെയ്ത് കാനാൻ ദേശത്തേക്ക് വന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് വന്നെങ്കിൽ അബ്രഹാമിന് ആകെ കൂടി സ്വന്തമായിട്ടുണ്ടായിരുന്നത് ഭാര്യയെ അടക്കിയിരുന്ന എഫ്രോണിലെ ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ആ മാക്പെല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഗുഹ മാത്രമാണ് ഈ അബ്രഹാമിന് ഉണ്ടായിരുന്നത്. അങ്ങനെ അബ്രഹാം മരിച്ചു കഴിഞ്ഞിട്ട് ഇസഹാക്കിനും അവിടെ ഭൂമിയൊന്നുമില്ല. യാക്കോബ് അവരിങ്ങനെ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ജോസഫിനെ ഈജിപ്തുകാർക്ക് വിൽക്കുന്നതും ജോസഫ് അടിമയായിട്ട് ഈജിപ്തിലേക്ക് പോകുന്നതും
പിന്നീട് ക്ഷാമകാലം വരുമ്പോൾ ജോസഫ് ഈജിപ്തിലെ ഭരണാധികാരിയാവുന്നതും ഭരണാധികാരിയായി സഹോദരനെന്നറിയാതെ യാക്കോബിൻ്റെ 11 മക്കളും യാക്കോബും കൂടി ഈജിപ്തിലേക്ക് എത്തുന്നതും അങ്ങനെ പിന്നീട് അവർ ഈജിപ്തിൽ താമസം ഉറപ്പിക്കുന്നതും. അങ്ങനെ ഈജിപ്തിൽ യാക്കോബിൻ്റെ 12 മക്കൾ വളർന്ന് അവർ പെറ്റുവരികയും അവരേതാണ്ട് 10-20 ലക്ഷത്തോളം ആളുകളായി മാറിയ സമയത്ത് ഈജിപ്തിലെ രാജാവിന് അവരെ ഭയമാവുകയും, ഞാൻ മോശയുടെ കാര്യം പറഞ്ഞിരുന്നു, ഈജിപ്തിലെ രാജാവിന് അവരെ ഭയമായി. അങ്ങനെ ഈജിപ്തുകാർ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് 400 കൊല്ലത്തെ ആ അടിമത്തത്തിന് ശേഷം മോശയുടെ നേതൃത്വത്തിൽ അവർ പുറത്തു വന്ന് ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് വീണ്ടും തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു രാജാവിന് വേണ്ടി അവർ നിലവിളിച്ചു. അങ്ങനെ സാമുവേൽ എന്ന ന്യായാധിപൻ അവർക്ക് സാവൂളിനെ ആദ്യത്തെ രാജാവായി നൽകി. സാവൂള് മരിച്ചു കഴിയുമ്പോൾ പിന്നീട് അടുത്ത രാജാവാവുന്നത് ആരാണ്? ദാവീദാണ്. ദാവീദിൻ്റെ കാലത്ത് ഏതാണ്ട് BC 1000 ആകുമ്പോഴേക്കും, ദാവീദിൻ്റെ കാലം എത്തുമ്പോഴേക്കും ഇസ്രായേൽ മുഴുവൻ, കാനാൻ ദേശം മുഴുവൻ ഇസ്രായേൽക്കാരുടെ നിയന്ത്രണത്തിലായി. BC 1000. അങ്ങനെ ദാവീദിൻ്റെ കാലശേഷം മകൻ സോളമൻ രാജാവായി. സോളമൻ്റെ കാലത്ത് രാജകൊട്ടാരവും അതുപോലെ തന്നെ ദേവാലയവും പണി കഴിപ്പിക്കപ്പെട്ടു. സോളമൻ്റെ മരണശേഷം സോളമൻ്റെ മകനായ റഹോബോവാമിൻ്റെ കാലത്ത് ജനങ്ങൾ ആഭ്യന്തര യുദ്ധത്തിലേക്ക് റഹോബോവാമിനെതിരെ തിരിഞ്ഞു. ഭരണാധികാരിക്കെതിരെ, സോളമൻ്റെ മകനെതിരെ ജനം തിരിഞ്ഞു. ജെറോബോവാം എന്നൊരു വിപ്ലവകാരിയുടെ നേതൃത്വത്തിൽ സോളമൻ്റെ മകനായ റഹോബോവാമിനെതിരെ ജനം തിരിയുകയും അങ്ങനെ ആ ആഭ്യന്തര കലാപത്തിനൊടുവിൽ രാജ്യം രണ്ടാവുകയും ചെയ്തു. ഇസ്രായേൽ എന്ന അവിഭക്ത അൺഡിവൈഡഡ് കിങ്ഡം, അവിഭക്ത രാജ്യം സാവൂൾ ഭരിച്ചു, ദാവീദ് ഭരിച്ചു, സോളമൻ ഭരിച്ചു. എന്നാൽ സോളമൻ്റെ മകൻ്റെ കാലത്ത് രാജ്യം രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തെ അവർ വിളിച്ചു ഇസ്രായേൽ, രാജ്യത്തിൻ്റെ മറുഭാഗത്തെ അവർ വിളിച്ചു യൂദയ. ഇസ്രായേൽ എന്ന് പേര് വിളിച്ചത് 10 ഗോത്രങ്ങൾ ചേർന്ന രാജ്യത്തെ ആയിരുന്നു. 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങൾ ചേർന്ന ഇസ്രായേൽ. യൂദയ എന്ന് വിളിച്ചത് യൂദ, ബെഞ്ചമിൻ ഗോത്രങ്ങൾ ചേർന്ന 2 ഗോത്രങ്ങൾ ചേർന്ന യൂദയ. യൂദയായിലാണ് ജെറുസലേം, യൂദയായുടെ തലസ്ഥാനമാണ് ജെറുസലേം. യൂദയായിലെ ജെറുസലേമിലാണ് കൊട്ടാരം, യൂദയായിലെ ജെറുസലേമിലാണ് ദേവാലയം. എന്നാൽ ഇസ്രായേലിൻ്റെ തലസ്ഥാനം സമറിയായാണ്. സമറിയായിൽ ദേവാലയമില്ല, സമറിയായിൽ കൊട്ടാരവുമില്ല. ദേവാലയത്തിൽ ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ഇസ്രായേലിലെ ഈ 10 ഗോത്രങ്ങളുടെ ഹൃദയം വീണ്ടും യൂദയായിലെ രാജാവിൻ്റെ അടുത്തേക്ക് തിരിയുമോ എന്ന് ഭയപ്പെട്ട് ജെറോബോവാം എന്ന രാജാവ് സമറിയായിൽ 2 കാളക്കുട്ടികളുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് മറ്റൊരു വിജാതീയ ക്ഷേത്രം ഉണ്ടാക്കി. അങ്ങനെ അവർ എന്നേക്കുമായി ദൈവത്തിൽ നിന്നകന്നു. ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ആവർത്തിച്ച് കാണുന്നൊരു വാചകമാണ് ജെറോബോവാമിൻ്റെ പാപം. അതിതാണ് വിഗ്രഹാരാധന. ജനം കാളക്കുട്ടിയെ ആരാധിച്ചു, ജെറുസലേമിൽ ആരാധനയ്ക്ക് പോകാതെയായി, സത്യദൈവമായ യഹോവയെ മറന്നു, ദൈവത്തിൻ്റെ തിരുനാളുകൾ വിസ്മരിച്ചു. അങ്ങനെ അവർ ദാനിലും അതുപോലെ തന്നെ സമറിയായിലും ബഥേലിലും കാളക്കുട്ടികളെ ഉണ്ടാക്കി ആരാധിച്ച് ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ എന്നേക്കുമായി ദൈവത്തിൽ നിന്നകന്നു. പിന്നീട് അസീറിയ രാജാവ് വന്ന് ഈ 10 ഗോത്രങ്ങളെ ആക്രമിച്ച് കീഴടക്കുകയും ഈ ജനത്തെ ഇവിടെ നിന്ന് നാടുകടത്തി അസീറിയയിലേക്ക് കൊണ്ടുപോവുകയും 5 വിദേശ ജനതകളെ കൊണ്ടുവന്ന് അവരുടെ സ്ഥാനത്ത് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്ത് ഇസ്രായേലിൻ്റെ 10 ഗോത്രങ്ങൾ എന്നേക്കുമായി ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്തു. പിന്നീട് ഉണ്ടാവുന്നത് ഈ യൂദയായാണ്. അപ്പോൾ ഈ യൂദയ, ഇസ്രായേൽ എന്ന് പറയുന്ന 2 രാജ്യങ്ങളായി പരസ്പരം യുദ്ധം ചെയ്ത് അവർ ജീവിക്കുന്ന കാലത്ത് ഇവർക്ക് ശത്രുതയാണ്. 10 ഗോത്രങ്ങളും 2 ഗോത്രങ്ങളും തമ്മിൽ ഭിന്നതയാണ്, കലഹമാണ്, ശത്രുതയാണ്. ഇവർ തമ്മിൽ കണ്ടാമിണ്ടില്ല. ഏലിയ പ്രവചിക്കുന്ന സമയത്ത് ഇസ്രായേലും യൂദയായും 2 വേർപെട്ട ഗോത്രങ്ങളായി, വേർപെട്ട രാജ്യങ്ങളായി മുഖാഭിമുഖം നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു കാലത്താണ് ഏലിയ പ്രവചനം നടത്തുന്നത്. ഇസ്രായേലും യൂദയായും, ഇസ്രായേൽ പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് ഇസ്രായേലും യൂദയായും ബദ്ധവൈരികളായി, ആജന്മ ശത്രുക്കളായി പരസ്പരം അങ്കത്തട്ടിലേറി പോരാട്ടത്തിനിറങ്ങി രണാങ്കണത്തിൽ പരസ്പര വൈരത്തിൻ്റെ ആയുധം ഉയർത്തി പോരടിക്കുന്നൊരു കാലത്താണ് ഏലിയ പ്രവചനം നടത്തുന്നത്. അപ്പോൾ സഹോദരന്മാർ തമ്മിൽ കണ്ടാൽ അറിയാത്തവരായി
ബദ്ധവൈരികളായി, ശത്രുക്കളായി മാറിയ ഒരു കാലത്താണ് ഏലിയ പ്രവചിക്കുന്നത്. കാർമൽ മലയിൽ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഏലിയ ദൈവത്തിൻ്റെ തീ ഇറങ്ങാൻ ചെയ്ത രണ്ടാമത്തെ കാര്യം 10 ഗോത്രങ്ങളും 2 ഗോത്രങ്ങളുമായി കലകിച്ചു നിൽക്കുന്ന ജനത്തെ ഒരുമിപ്പിക്കണമെന്ന ചിന്തയോടെ, മനസ്സുകൾ തമ്മിലുണ്ടായ അകലം ഇല്ലാതാകണമെന്ന ചിന്തയോടെ, മനസ്സിലുണ്ടായ വൈരവും വെറുപ്പും ഇല്ലാതാകണമെന്ന ചിന്തയുടെ അടയാളമായി അവൻ 12 കല്ലെടുത്തു. എടുക്കാനാണെങ്കിൽ 10 എടുത്താൽ മതി, കാരണം ഇവൻ ഇസ്രായേലിലാണ് നിൽക്കുന്നത്. 10 കല്ലെടുത്താൽ മതി. എന്നാൽ നമ്മൾ സഹോദരന്മാരാണെന്നും നമ്മൾ പോരടിക്കാൻ പാടില്ലെന്നും നമ്മൾ ശത്രുക്കളല്ലെന്നും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നും നമ്മുടെ സിരകളിൽ ഓടുന്നത് ഒരേ ചോരയാണെന്നും ഒരു വിശ്വാസത്തിൻ്റെ ആരാധനയുടെ പ്രാർത്ഥനയുടെ നടുമുറ്റത്താണ് നാം നിൽക്കുന്നതെന്നും നാം ആരാധിക്കുന്നത് ഏകസത്യദൈവമായ യഹോവയാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഏലിയ വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഭിന്നതയുടെയും കലഹത്തിൻ്റെയും ശീലങ്ങൾ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ട് 12 കല്ലെടുത്തു. തീ ഇറങ്ങാനുള്ള ഏലിയ ചെയ്ത രണ്ടാമത്തെ കാര്യം ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടു, മറക്കാൻ ആവശ്യപ്പെട്ടു, തോറ്റുകൊടുക്കാൻ ആവശ്യപ്പെട്ടു, കണ്ടില്ലെന്ന് നടിക്കാൻ ആവശ്യപ്പെട്ടു, മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടു, പ്രതികരിക്കാതിരിക്കാൻ ആവശ്യപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരാൻ വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും അകൽച്ചയുടെയും പ്രതികാരത്തിൻ്റെയും ശീലങ്ങൾ ഉപേക്ഷിച്ച് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടു. ഇതാണ് രണ്ടാമത്തെ കാര്യം. തീ ഇറങ്ങി വരാൻ 1 യേശുവിൽ മാത്രം ഏകാഗ്രത, യേശു മാത്രം ദൈവം, 2 വഞ്ചി കാല് വെക്കരുത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളോട് ഹൃദയപൂർവം ക്ഷമിക്കണം. മൂന്നാമത്തേത് അടുത്ത വാക്യം 32 വായിച്ചേ, 31 മുതൽ വായിക്കേ. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് ഈ കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ടവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും 2 അളവ് വിത്ത് കൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറകടുക്കി കാളയെ കഷണങ്ങളാക്കി അതിൻ്റെ മേൽ വെച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, 3-ാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിന് ചുറ്റും വെള്ളം ഒഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ശ്രദ്ധിക്കാവോ? അതായത് തീ ഇറങ്ങി വരുമ്പോൾ ജനം പറയാൻ പാടില്ല, ഇത് ഏലിയ കയ്യിൽ തീപ്പെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ആരും കാണാതെ കത്തിച്ചതാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി. ഇത് ഏലിയ മനഃപൂർവ്വം സൂത്രത്തിൽ ഒപ്പിച്ച മാജിക്കാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി, ഇത് ഏലിയായുടെ തട്ടിപ്പാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഏലിയ പറഞ്ഞു, ഈ വിറകടുക്കി ബലിവസ്തു വെച്ചിട്ട് വെള്ളമൊഴിക്കാൻ പറഞ്ഞു. 1, 2, 3, 10, 11, 12 12 കുടം വെള്ളം ഇതിന് മീതെ ഒഴിച്ചു. അവിടെ ഒരു ചാലുണ്ടായി. എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും ഏലിയായുടെ കഴിവ് കൊണ്ടോ മാജിക്ക് കൊണ്ടോ തട്ടിപ്പ് കൊണ്ടോ സൂത്രം കൊണ്ടോ ഉണ്ടാവുന്നതല്ല ഈ തീ. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന തീയാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്താനാണ് വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിച്ചിട്ട് ദഹനബലിയുടെ സായാഹ്ന ബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ, വായിക്കാം വാക്യം 36. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാനിത് ചെയ്യുന്നതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും ഇവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മൂന്നാമത്തേത്, ഏലിയ ഹൃദയം പൊട്ടി ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. നിസ്സഹായതയുടെ അങ്ങേറ്റത്ത് നിന്നൊരു മനുഷ്യൻ, ആര് സഹായിക്കാനില്ലാത്തൊരു ദശാസന്ധിയിൽ നിസ്സഹായതയുടെ നടുവിൽ നിന്ന് ഈ മലമുകളിൽ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇയാൾ ഒറ്റയ്ക്കാണ്. ഇയാളുടെ കൂടെ ആരുമില്ല. ഒരു രാജ്യം ഇയാൾക്കെതിരാണ്, ഒരു സാമ്രാജ്യം എതിരാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം കണ്ട ഏറ്റവും ദുഷ്ടനും അധമനും നീചനുമായ രാജാവ് ഇയാൾക്കെതിരാണ്. അയാളുടെ ഏറ്റവും കിരാതമായ ക്രൗര്യം നിറഞ്ഞ അത്രയും ഹീനമായ മനസ്സുള്ള ഇത്രയും വൃത്തികെട്ടൊരു സ്ത്രീ എന്ന് ബൈബിളിൽ വേറൊരാളെക്കുറിച്ച് വിവരിച്ചിട്ടില്ലാത്തൊരു സ്ത്രീയാണ് ജസബൽ. ഈ ആഹാബിൻ്റെ ഭാര്യ, ഈ ജസബൽ രാജ്ഞി അയാൾക്കെതിരാണ്. അയാൾ ഒറ്റയ്ക്കാണ്. ഒരു സാമ്രാജ്യത്തെയും ഒരു രാജാവിനെയും ഒരു രാജ്ഞിയെയും ഒരു ചക്രവർത്തിയെയും ഒരു പരമപദത്തെയും അയാൾ വെല്ലുവിളിക്കുന്നത് ഒറ്റയ്ക്കാണ്.
ഒറ്റയ്ക്കാണ്. അയാൾ പറയുകയാണ്, ദൈവമേ നീ മാത്രമാണ് ഏക സത്യദൈവം, നീ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്, ഞാൻ നിന്റെ ദാസനാണെന്ന് ഈ ജനമറിയേണ്ടതിന്, എല്ലാ ഹൃദയങ്ങളെയും അങ്ങ് ഇവരിലേക്ക് തിരിച്ചു വിളിക്കുന്നെന്ന് ഈ ജനമറിയേണ്ടതിന് നിന്റെ തീ ഇറങ്ങണമേ എന്ന് പറഞ്ഞ് അയാൾ നിസ്സഹായതയോടെ ദൈവത്തിൽ ആശ്രയിച്ച് കരഞ്ഞു. തീ ഇറങ്ങാൻ ഏലിയ ചെയ്ത മൂന്നാമത്തെ കാര്യം, ഹൃദയം പൊട്ടിക്കരഞ്ഞു. സ്വന്തം കഴിവിൽ ആശ്രയിച്ചില്ല, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ ശരണപ്പെട്ടു. എന്തൊരു മനോഹരമായ പ്രാർത്ഥന ഇത്! അങ്ങ് മാത്രമാണ് ഏക സത്യദൈവം, എല്ലാ ഹൃദയങ്ങളെയും അങ്ങിലേക്ക് അവിടുന്ന് തിരിച്ചു വിളിക്കുന്നു. ദൈവമേ ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങ് പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നത് എന്ന് ഈ ജനമറിയേണ്ടതിന് ദൈവമേ അങ്ങയുടെ അഗ്നി ഇറങ്ങി വരണമേ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവമേ ഈ ജനം അറിയേണ്ടതിന് അങ്ങയുടെ തീ ഇറങ്ങി വരണമേ. എന്താ സംഭവിച്ചത്? ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് പറഞ്ഞു, കർത്താവ് തന്നെയാണ് ദൈവം, കർത്താവ് തന്നെയാണ് ദൈവം. എത്ര? 11, 12? എത്ര? 11 12 11 എത്ര? 11 11 കേട്ടെ. 11 ഈ തീയുടെ പ്രത്യേകത, ഇത് നിന്റെ ദൈവം ആരാണ് എന്ന് തെളിയിക്കുന്ന തീയാണ്. നിന്റെ ദൈവം ആരാണെന്ന് പ്രൂവ് ചെയ്യുന്ന തീയാണ് പരിശുദ്ധാത്മാവ്. നിന്റെ ദൈവം ആരാണെന്ന് തെളിയിക്കുന്ന തീ. ലോകത്തിൻ്റെ കണ്ണിൽ നീ നാണം കെട്ട് നിൽക്കുമ്പോൾ, ലോകത്തിൻ്റെ മുമ്പിൽ നീ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ, ലോകത്തിൻ്റെ മുമ്പിൽ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു വഴിയുമില്ല എന്ന് ലോകം വിധി എഴുതുമ്പോൾ, നീ തീർന്നടാന്ന് ജീവിതം പറയുമ്പോൾ, ലോകം പറയുമ്പോൾ, പറഞ്ഞേ ഹല്ലേലൂയാ, നീ തീർന്നു എന്ന് ലോകം വിധി എഴുതുമ്പോൾ, നിന്നെ തല ഉയർത്തി നിർത്തുന്ന, നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന, നിന്നെ നിവർത്തി നിർത്തുന്ന, നിന്നെ നാണം കെടാതെ നിർത്തുന്ന, നിന്നെ വഴിതെളിച്ച് നിന്റെ ശിരസ് ഉയർത്തി നിൽക്കാൻ സഹായിക്കുന്ന നിന്റെ ദൈവമാരാണെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു തീയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വേറെ ഒന്നുമില്ല നമുക്ക്, വേറെ ഒന്നുമില്ല. ആകെ എന്താ ഉള്ളേ? ആകെ ഉള്ളത് ദൈവം, പരിശുദ്ധാത്മാവ്. ദൈവം ഉണ്ടെങ്കിൽ എല്ലാമായി, ദൈവം ഇല്ലെങ്കിൽ ഒന്നുമില്ല. ദൈവത്തോടു കൂടിയാണെങ്കിൽ എല്ലാം ഉണ്ട്, ദൈവത്തോടു കൂടെ അല്ലെങ്കിൽ ഒന്നുമില്ല. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, ദിവസത്തിൻ്റെ ഒടുവിൽ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും ഒടുവിൽ ഒരു വരയിട്ടിട്ട് ശിഷ്ടം എഴുതുമ്പോൾ അന്തിമ വിശകലനത്തിൽ ഒരു കാര്യം ഒരു മനുഷ്യൻ ഈ മനുഷ്യായുസ് കൊണ്ട് തിരിച്ചറിയും: ദൈവം മാത്രമേ ഉപകാരപ്പെടൂ, ദൈവം മാത്രമേ ഗുണപ്പെടൂ, ദൈവം മാത്രമേ സഹായിക്കാൻ ഉണ്ടാവൂ. പറഞ്ഞേ ഹല്ലേലൂയാ. ആ ദൈവം നിന്റെ കൂടെയാണെന്ന് പ്രൂവ് ചെയ്യും ഈ അഗ്നി. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി തെളിയിച്ചു തരും. ഇനി എന്താ സംഭവിക്കുന്നത് അറിയാമോ? ഇങ്ങോട്ട് നോക്കിയാൽ വായിക്കണ്ട. ബാലിൻ്റെ 400 പ്രവാചകന്മാരും അഷേര എന്ന് പറയുന്ന ഒരു ദേവതയുടെ 450 പ്രവാചകൻ എന്ന് പറഞ്ഞാൽ 400 450 850 മന്ത്രവാദികളെ അന്ന് ആ താഴ്വാരത്തിൽ വെച്ച് ഇല്ലാതാക്കി. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് പിന്നീട് ഈ എപ്പിസോഡ് കഴിയുമ്പോൾ ഇനി നമ്മൾ കാണുന്നത് ഇസ്രായേലിൽ പിന്നെ ആഭിചാരം എന്നൊരു സാധനം ഇല്ല. ഇസ്രായേൽ പിന്നീട് ഒരുപാട് തെറ്റുകൾ വേറെ ചെയ്തു, പക്ഷേ വിഗ്രഹാരാധനയോ ആഭിചാരമോ ഇല്ലാത്ത വിധത്തിൽ ഈ ദേശത്ത് നിന്ന് അത് ഉന്മൂലനാശം വരുത്താൻ ഇടയാക്കുന്നത് എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് ആഹാബിൻ്റെ മകനായ മനാസെ എന്ന് പറയുന്ന ഒരു രാജാവും കൂടി, ഇനി ആഹാബിൻ്റെ ഒരു മകനുണ്ട് മനാസെ. ആ മനാസയും കൂടെ വന്നു കഴിയുമ്പോൾ മനാസെ ബെൻഗന്നോ താഴ്വരയിൽ കുറച്ച് മന്ത്രവാദം കൂടെ നടത്തും. അതോടുകൂടി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് മന്ത്രവാദമില്ലാതാവും. പറഞ്ഞേ ഹല്ലേലൂയാ. യേശു വന്ന കാലത്തൊക്കെ നിങ്ങൾ പുതിയ നിയമത്തിലെല്ലാം വായിച്ചു, മന്ത്രവാദം, ആഭിചാരം, ക്ഷുദ്രം, വിഗ്രഹാരാധന, അന്യദൈവാരാധന, ഈ സാധനം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതായി. എങ്ങനെ ഇല്ലാതായത്? ഒരു തീ ഇറങ്ങിയപ്പോൾ ഇല്ലാതായി. ഒരു അഗ്നി ഇറങ്ങിയപ്പോൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് ആഭിചാരം ഇല്ലാതായി. മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങോട്ട് നോക്കിയേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ യാത്രക്കിടയിൽ ചാത്തൻ മഠങ്ങളിൽ പോയി നശിച്ച കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. മന്ത്രവാദത്തിന് പോയി നശിച്ച കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. ഈ കേരളത്തിലെ വലിയൊരു ടെക്സ്റ്റൈൽ മുതലാളി
മൗണ്ട് കാർമലിൽ നമ്മുടെ ശനിയാഴ്ച ധ്യാനത്തിന് വന്നിരുന്ന് ഇതുപോലെ നമ്മുടെ പാപ്പച്ചാനിരിക്കുന്ന പോലെ ഈ രണ്ടാമത്തെ ആ സ്ഥലത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കാണാൻ എനിക്ക് അങ്ങനെ വന്നിരുന്നിട്ട് ഒരു വലിയ ടെക്സ്റ്റൈം പേര് പറഞ്ഞാൽ നിങ്ങളറിയും, വന്നിരുന്ന് എല്ലാ ശനിയാഴ്ചയും വന്നിരുന്ന് കരയുമായിരുന്നു. ഒരു പ്രാവശ്യം സംസാരിക്കാൻ വന്നപ്പോൾ സംസാരിച്ചപ്പോഴാണ് ഇദ്ദേഹം ഈ ആളാന്ന് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഈ പഴയ നിയമം പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമാണ്. നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം തകർന്നത് മന്ത്രവാദം വഴിയാണ്. മന്ത്രവാദം, ചാത്തൻ സേവ, മന്ത്രവാദം, കടമറ്റത്ത് സേവ, ആഭിചാരം, ക്ഷുദ്രം, കൈനോട്ടം, ജാതകം, ജ്യോതിഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തകർന്ന കുടുംബങ്ങൾ ഒരു വശത്ത്. മറുവശത്ത് ഞാൻ പറയട്ടെ, ഒരുപാട് മന്ത്രവാദം ചെയ്യുന്ന ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ കാര്യത്തിന് പോലും പോയി മന്ത്രവാദം ചെയ്യും. മന്ത്രവാദം ചെയ്യുന്നവരുടെ പ്രത്യേകത നിങ്ങൾ ശരിക്കും, അതായത് നമ്മുടെ ഈ ദേശത്ത് മന്ത്രവാദം എന്ന് പറഞ്ഞൊരു സാധനം കേട്ടുകേൾവി പോലും ഇല്ലാത്തതാവണം. ഞാൻ പുണ്യമൊന്നും പറയല്ല, എന്നാലും അത് ഉള്ള കാര്യമായിട്ട് പറയുകയാണ്. ഇപ്പം എൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ മന്ത്രവാദം ചെയ്താൽ ഫലിക്കുമെന്ന് ചോദിച്ചാൽ മന്ത്രവാദമോ എന്ന് തിരിച്ചു ചോദിക്കും. ഇപ്പം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം ഒരു കുഗ്രാമമാണ്. അവിടെ എല്ലാം സാധാരണക്കാരായ മനുഷ്യരാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, അവിടെ ഈ മന്ത്രവാദം ചെയ്യുന്നവരൊന്നുമില്ല, ആഭിചാരം ചെയ്യുന്നവരില്ല, ക്ഷുദ്രം ചെയ്യുന്നവരില്ല, അങ്ങനെ കേട്ടുകേൾവി പോലുമില്ല. ഞാൻ സത്യസന്ധമായിട്ട് ഈ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് പറയുകയാണ്, മന്ത്രവാദം ചെയ്യുന്നവരെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. മന്ത്രവാദം ചെയ്യുന്നവരെ മുഴുവൻ ഞാൻ കണ്ടത് പിന്നീടാണ്, ഈ ലോകസഞ്ചാരം തുടങ്ങിയ ശേഷമാണ്. മന്ത്രവാദം ആഫ്രിക്കയിലൊക്കെ ചെല്ലുമ്പോൾ മൊത്തം മന്ത്രവാദികളാണ്. മന്ത്രവാദികളാണ് ധ്യാനത്തിന് വരുന്നതെന്തിനെന്നറിയാം, നമുക്കിട്ട് മന്ത്രവാദം ചെയ്യാനാണ് വരുന്നത്. കാരണം നമ്മൾ ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവരുടെ കച്ചവടം ഇല്ലാതാവും. ഇപ്പം ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, തലേ കൈവെക്കലെന്ന് പറഞ്ഞു, അപകടമെന്ന് പറഞ്ഞു. തലേ കൈവയിൽ അപകടമാണ്, മൊത്തം മന്ത്രവാദികളെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? തലേ കൈവച്ച്. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഗമ പറയല്ലോ കേട്ടോ, ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ആത്മാവിൻ്റെ ഒരു തള്ളലിലാണ് ഞാൻ ഇറങ്ങിയത്, ഇനി കൈവെക്കാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാൻ കഴിവതും ഓടി രക്ഷപ്പെടുകയാണ് പതിവ്. അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. എന്നാൽ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ ആഫ്രിക്കക്കാർ വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഒരു കുപ്പി വെള്ളം കൊണ്ട് വരും, രാവിലെ വന്നാൽ വൈകിട്ടേ പോത്തുള്ളൂ. ഒരു കുപ്പി വെള്ളം കൊണ്ട് വരും. ഇതുപോലെ ചാരി ഇരിക്കാനുള്ള സംഭവമൊന്നുമില്ല. ബെഞ്ചാ. ഇത് നിങ്ങൾ ആഴ്ച ഒരിക്കലാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് ഈ വാഴമാടോ അതിൻ്റെ അങ്ങനെ സാധനമൊക്കെ തിന്നുന്നത്. നമ്മൾ ഈ അരി ചോറൊന്നുമല്ല. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് ഇതുങ്ങൾ വന്നിരിക്കുമ്പോൾ ഞാനിങ്ങനെ അവരോട് വചനം പ്രസംഗിച്ചിട്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയപ്പോൾ എന്നോട് അച്ഛൻ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, നോ, കൈവെക്കരുത്, മൊത്തം മന്ത്രവാദികളെന്ന് പറഞ്ഞു. ഇവരെല്ലാം നന്നായിട്ട് കുമ്പസാരിപ്പിച്ച് ഒരുക്കി ധ്യാനമൊക്കെ കൂടിച്ച് അതിനുശേഷം അവസാനം കൈവെക്കാമെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാൻ പ്രസംഗിച്ച വിഷയം എന്താ? പരിശുദ്ധാത്മാവ്. ഞാൻ പ്രസംഗിച്ച എന്താ? ഇന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിറയുമെന്നാണ്. അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൈവെക്കാതിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ആർ യു ഷുവർ? എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ? മന്ത്രമെങ്കിൽ മന്ത്രം. ഞാൻ കൈവച്ചു. ആയിരക്കണക്കിന് ആളുകളുണ്ടായിരുന്നു, എല്ലാത്തിനും തല കൈവച്ചു. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ മന്ത്രവാദത്തെ നേരിടാൻ നമ്മുടെ സ്വാഭാവിക ശക്തി കൊണ്ട് പറ്റില്ല. മന്ത്രവാദികൾ നമ്മുടെ ഈ ജഡത്തിൽ മന്ത്രവാദത്തെ നേരിടാൻ പറ്റില്ല. മന്ത്രവാദം ചെയ്ത് കുടുംബങ്ങളെ കലക്കുന്ന ആളുകളുണ്ട്. ജഡത്തിൽ അവരെ നേരിടാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ ഒരു മന്ത്രത്തിനും ഒരു തന്ത്രത്തിനും ഒരാഭിചാരത്തിനും നിങ്ങളുടെ 7 അയലത്ത് പോലും വരാൻ പറ്റില്ല. ഒരു മനുഷ്യൻ്റെ ഉദാഹരണം എന്നോട് പറയുകയായിരുന്നു. അതായത് ഒരു മനുഷ്യൻ്റെ കാര്യം പറയുകയാണ്. അയാളെ നശിപ്പിക്കാൻ വേണ്ടി അവർ കൊടികെട്ടിയ മന്ത്രവാദികളെ കൊണ്ടുവന്നു. പൂജ നടത്തുകയാണ്, മന്ത്രം ചെയ്യുകയാണ്. ഇതൊക്കെ പണ്ടൊന്നും ഞാൻ പറയില്ലായിരുന്നത്. കാരണം വെച്ചാൽ എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഇങ്ങനെ മന്ത്രവാദം ചെയ്യുന്നു. ഇപ്പം എനിക്ക് 100 കണക്കിനല്ല 1000 കണക്കിന് മന്ത്രവാദം ചെയ്യുന്നവരെയും മന്ത്രവാദം ചെയ്യുന്ന കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചുമ വെറുതെ മന്ത്രം ചെയ്ത ആളുകളെ നശിപ്പിക്കും. കൂടോത്രം കൊണ്ടുപോയി ഇടുക, അത് കൊണ്ടുപോയി ഇങ്ങനെ ചെയ്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പണ്ടൊക്കെ ഞാൻ പറയുകയാണ്, ഞാൻ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ചുമ്മാ വെറുതെ പറയുന്നതെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. കേട്ടോണേ, ജഡത്തിൽ മന്ത്രത്തെ നേരിടാൻ പറ്റില്ല. കാരണം പിശാചിൻ്റെതായ ഒരു പവർ പിശാചിനുണ്ട്. പിശാച് ദൈവം അല്ലെങ്കിലും പിശാചിൻ്റെ ശക്തിയില്ലേ. പാമ്പ് കിടന്നാൽ പാമ്പ് കൊത്തില്ലേ? പാമ്പ് മനുഷ്യനെ ഉപദ്രവിക്കാൻ പാമ്പിന് പറ്റില്ല. പക്ഷേ പാമ്പ് എന്നാലും കൊത്തിയാലെന്നെ ചെയ്യും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒറ്റ കാര്യം. നിങ്ങൾ ഈ മന്ത്രം എടുക്കാൻ പോയി എത്ര നാൾ ജീവിക്കും?
ഇപ്പം ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ഉദാഹരണം പറയുകയായിരുന്നു. അതായത് ഒരാൾ വിളിച്ച് ഒരു ചേച്ചി ധ്യാനകേന്ദ്രത്തിൽ വന്ന് സങ്കടം പറഞ്ഞ കാര്യം അച്ഛൻ പറയുമായിരുന്നു. അതായത് അവരേതോ ഒരു ധ്യാനത്തിന് പോയി, നിങ്ങൾ അറിയണം ഇത് എടുത്തോ, ഏതോ ഒരു ധ്യാനത്തിന് പോയിട്ട് അവിടെ ചെന്നപ്പോൾ കൗൺസിലിംഗ് ഇങ്ങനെ കണ്ടിരുന്നപ്പോൾ പറഞ്ഞു മൊത്തം മന്ത്രവാദവും കൂടോത്രമാണ് നിങ്ങളുടെ വീട്ടിൽ, അത് വന്ന് എടുത്തു തരാമെന്ന് പറഞ്ഞു. അത് വന്നിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് വന്നു. 10,000 രൂപ വാങ്ങിച്ചു വന്നതിന്. ഇവിടെ ഇരുന്നോ, ഇവിടെ നിറ പിടിച്ചോണ്ട് ആണുങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. 10,000 രൂപ വാങ്ങിച്ചു. 10,000 രൂപ ഈ പാവപ്പെട്ട സ്ത്രീയുടെ വീട്ടിൽ വന്നിട്ട് 10,000 രൂപ കൂടോത്രം എടുക്കുന്നതിന് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് അകത്തുനിന്ന് ഏതാണ്ട് ഒരു തകിടം കണ്ടെടുത്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ ആ സ്ത്രീയുടെ കെട്ടിയം പറയുന്നത് ഇവർ കൊണ്ടുവന്ന തകിട് തന്നെ എന്നാണ് പറയുന്നത്. എന്താ നമുക്ക് അറിഞ്ഞുകൂടാ, അത് ആ ബിസിനസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ അത്. അപ്പോൾ ഏതായാലും ഒരു തകിട് എടുത്തു. ഈ വ്യത്യാസം വരുമെന്നാണ് പറഞ്ഞത്. ഒരു വ്യത്യാസം ഉണ്ടായില്ല, നാശം കൂടിയതേ ഉള്ളൂ. അപ്പോൾ അവർ പിന്നെയും വിളിച്ചപ്പോൾ പിന്നെയും വന്നിട്ട് പിന്നെ എത്ര 13,000 രൂപ 14,000 രൂപ പിന്നെ വാങ്ങിച്ച്. പിന്നെ അവിടുന്ന് വേറെ അലമാരിയുടെ അകത്തുനിന്ന് കൊണ്ട് വേറൊരു തകിടും എടുത്തു. ട്രോഫിക്കകത്തുനിന്ന് കൊണ്ട് വേറൊരു തകിടെടുത്തു. ഞാൻ പറയട്ടെ, ഇങ്ങനെ കാശ് കൊടുത്ത് നിങ്ങൾ മുടിയത്തേ ഉള്ളൂ. ഇങ്ങനെ കൂടോത്രം എടുപ്പിക്കാനാണെങ്കിൽ കാശ് കൊടുത്ത് നിങ്ങൾ മുടിയത്തേ ഉള്ളൂ. നമ്മൾ ധ്യാനകേന്ദ്രം ആരംഭിച്ച സമയത്ത് ഈ അച്ഛന്മാർക്കറിയാം, ആളുകൾ കൊണ്ടുവന്നിട്ട് കൂടോത്രം ഇടും. കാരണം ഈ ധ്യാനകേന്ദ്രം വളരാതിരിക്കാൻ വേണ്ടി, മുടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കൂടോത്രം കൊണ്ടുവന്നിടും. അപ്പോൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന സഹോദരങ്ങളുണ്ട്, അവരെ ഒന്ന് അവസാനം ഒന്ന് വിളിക്കണേ അവരെ. അതുങ്ങളുണ്ടല്ലോ, അതുങ്ങൾ ചങ്ക് പറഞ്ഞിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന സമയത്ത് കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സഹോദരന് പരിശുദ്ധാത്മാവ് സന്ദേശം കൊടുത്തു, ദേ അവിടെ കൂടോത്രം കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെടുക്കാനൊന്നും പോയില്ല. അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ കൂടോത്രം കിടപ്പുണ്ട് അവിടെയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം അത് ഗവനിച്ചില്ല. പിന്നെ ഇവർ പറഞ്ഞു, അച്ഛാ കൂടോത്രം കിടക്കും. പിന്നെ വേറൊരാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ അവിടെയൊക്കെ കൂടോത്രം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് കൂടോത്രം ഉണ്ടെന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കൂടോത്രം നോക്കാൻ വേണ്ടി പോയപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഭാഗത്തൊക്കെ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അവർ പറഞ്ഞ സ്ഥലത്ത് ഒരു ലൊക്കേഷനിലൊക്കെ നോക്കാനാണ് പറഞ്ഞു. അവിടെ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കുറേ സാധനം കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിയുടെ അടിയിൽ, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയുടെ അകത്ത് അതിനടിയിലൊക്കെ സാധനം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ഇത് നമുക്കിട്ട് കൂടോത്രം ചെയ്യുന്ന ആദ്യമായിട്ടാണ്, നമ്മൾ ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച് നടന്നു, ദൈവമേ ഇതെന്ത് ചെയ്യാനാണ്, എനിക്ക് പരിചയമില്ലേ കൂടോത്രമൊക്കെ എന്നാ ചെയ്യാൻ, ഇത് എന്നാ ചെയ്ത് ഇതുകൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കാൻ പറ്റുമോ, എനിക്ക് അറിഞ്ഞൂടാ എന്നാ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇതെന്ത് ചെയ്യുമെന്ന് ഓർത്ത് നടന്നപ്പോൾ അന്ന് കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു ദൈവസ്വരം തന്നു, അത് എടുക്കണ്ട, അതവിടെ ഇട്ടേക്കാൻ പറഞ്ഞു. അതവിടെ ഇട്ടേക്ക്, ആ കൂടോത്രമൊന്നും എടുക്കണ്ട, ഇനി ആരും ഇട്ടാലും എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു അങ്കലാപ്പ് വന്നു, ദൈവമേ കൂടോത്രമൊക്കെ കിടന്നിട്ട് ഇനി ഇതിന് വല്ല ഉദരം ഉണ്ടാവുമോ. കർത്താവിൻ്റെ ആത്മാവ് തന്ന ദൈവസ്വരം ഇതായിരുന്നു, അതായത് അതവിടെ കിടക്കട്ടെ, മഴയും വെയിലും കൊണ്ട് ആ കൂടോത്രങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. അതവിടെ കിടന്ന് അതിട്ടവർക്കും അത് കൊണ്ടുവച്ചവർക്കും അത് നിക്ഷേപിച്ചവർക്കും അത് ചെയ്യാൻ വേണ്ടി കാശ് കൊടുത്തവർക്കും എല്ലാം ബോധ്യമാകുന്നത് വരെ അതവിടെ കിടക്കട്ടെ. ആ കൂടോത്രത്തിന് ദൈവത്തെയോ ദൈവ ശുശ്രൂഷയെയോ തൊടാൻ പറ്റില്ലെന്ന് അതിട്ടവർ അറിയാൻ വേണ്ടി അതവിടെ കിടക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കൊരു കുറവും നല്ല ദൈവത്തിന് മഹത്വം ദൈവം വരുത്തിയിട്ടില്ല, ഒരു കുറവും വരുത്തിയിട്ടില്ല. എല്ലാം ദൈവം നന്നായി നടത്തുന്നു. കർത്താവിന് മഹത്വം. ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ ആഭിചാരത്തെ നേരിടാൻ പറ്റില്ല. തീ ഇറങ്ങാതെ മന്ത്രവാദത്തോട്ട് മല്ലിടാൻ പറ്റില്ല. ഈ പ്രദേശങ്ങളിലൊക്കെ ഇഷ്ടം പോലെ മന്ത്രവാദമുണ്ട്. പരിശുദ്ധാത്മാവില്ലാതെ മന്ത്രവാദത്തെ നേരിടാൻ പറ്റില്ല. അതുകൊണ്ട് കൂടോത്രം എടുക്കാനൊന്നും നിങ്ങൾ നടക്കണ്ട. ഒറ്റക്കാര്യം ചെയ്താൽ മതി. എല്ലാ ദിവസവും മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം, എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വീടിനെ, എൻ്റെ മക്കളെ പരിശുദ്ധാത്മാവിനാൽ നിറക്കണമേ. ഒരാഭിചാരത്തെയും ഒരാഭിചാരകനെയും പിന്നെ വിശ്വാസി ഭയപ്പെടേണ്ടതില്ല. കാരണം എന്താ പറയുക, തീ കൊണ്ടുള്ള കോട്ടയാണ്. പിന്നെ തീ കൊണ്ടുള്ള കോട്ട, ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ ഇതൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്രായേലിലെ ആഭിചാരത്തെ ഉന്മൂലനാശം വരുത്താൻ ഏലിയാ ദൈവത്തിൻ്റെ അഗ്നി ഇറക്കി. എന്നെഴുന്നേറ്റ് നിന്നേ. നമുക്കതുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളിൽ പറയാൻ ശ്രമിച്ചത് ഒരു അഗ്നി. ആദ്യം തുടങ്ങിയ വചനം നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. ലൂക്കാ 12:49. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ലൂക്കാ 12:49 ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഭൂമിയിൽ
തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, അത് ഇതിനോടകം കത്തിജ്വലിച്ചിരുന്നെങ്കിൽ. തീയിടാനാണ്. അതുകൊണ്ട് ഇതേ കുഞ്ഞുങ്ങൾ, ഞാൻ പറയുകയാണ്, കുഞ്ഞുങ്ങൾ മക്കളെ കേട്ടോണം. ഇത്രയും പിള്ളേർ നിറഞ്ഞു നിന്നൊരു സ്ഥലമാണിത്. ഇപ്പോൾ എല്ലാം അവിടെ ഇവിടെ എല്ലാം പോയി. പിള്ളേരുടെ എണ്ണം കുറവാണ് വീടുകളിൽ. 2 പിള്ളേരെല്ലാം പല വഴിക്കൊക്കെ പോയി. ഉള്ളതിനോട് ഞാൻ പറയുകയാണ്, ഉള്ളതിനോടൊക്കെ ഞാൻ പറയുകയാണ്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ടേ? എന്നും പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കണ്ടേ? പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ നിറയ്ക്കണമേ. എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നീ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ വന്നീ മറ്റേ അവിടെ ഇല്ലേ ഇരുന്നേ? പരിശുദ്ധാത്മാവിനാൽ എന്താ പ്രാർത്ഥിക്കണ്ടേ? പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ നിറയ്ക്കണമേ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതെല്ലാ ദിവസവും പ്രാർത്ഥിച്ചോണം. എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിച്ചോണം. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാം? എന്താ പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ, അഗ്നിയാൽ നിറയ്ക്കണേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ. ഇത് മുടങ്ങാതെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാൽ എന്താ ഗുണമെന്നറിയാം? എന്താ ഗുണം? പരിശുദ്ധാത്മാവിനാൽ നിറയും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ യെശയ്യാ 11 പറയുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ, ദൈവഭയത്തിൻ്റെ, ആലോചനയുടെ, ദൈവഭക്തിയുടെ പരിശുദ്ധാത്മാവ്. ബുദ്ധി ഉണ്ടാവും, പഠിക്കുന്നതെല്ലാം മനസ്സിലാവും, പഠിച്ച വിഷയം നല്ല മാർക്ക് കിട്ടും, ജീവിതത്തിൽ നല്ല വിശ്വാസം ഉണ്ടാവും, വിശുദ്ധി ഉണ്ടാവും, ദൈവസ്നേഹം ഉണ്ടാവും, തീഷ്ണതയുണ്ടാവും, വലിയ ദൈവകൃപകൾ നിറയും. കർത്താവ് വഴി ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന വഴികളെല്ലാം തുറന്നു തരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും എന്നെ സ്നാനപ്പെടുത്തണമേ. കർത്താവേ, എന്നെ പരിശുദ്ധാത്മാവിനെ. എല്ലാവരും, കുഞ്ഞുങ്ങളോടാണ് പറഞ്ഞതെങ്കിലും എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾക്ക് വേറെ ഒരു പ്രാർത്ഥന അറിയത്തില്ലെങ്കിലും സാരമില്ല, ഈ പ്രാർത്ഥന ഇന്നും ചൊല്ലണം. പരിശുദ്ധാത്മാവിനെ കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവേ എന്നെ നിറയണേ, പരിശുദ്ധാത്മാവേ വരണേ, എൻ്റെ ഹൃദയത്തിൽ നിറയണേ, എന്നിൽ വസിക്കണേ, എന്നെ കത്തി ജ്വലിപ്പിക്കണേ, ആത്മാവേ നിറയണേ, ജ്ഞാനം തരണേ, പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണേ, പരിശുദ്ധാത്മാവേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. പറഞ്ഞുകൊണ്ട് നടന്നാൽ മതി കേട്ടോ. അങ്ങനെ തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക. പരിശുദ്ധാത്മാവേ എന്നെ നയിക്കണേ, നിറയ്ക്കണേ, പ്രാർത്ഥിച്ച് നടക്കുക. എന്താ പറയുക, വലിയ വ്യത്യാസം ഉണ്ടാവും, വലിയ വ്യത്യാസം.